മാരകമായൊരു തെറ്റാണ് വ്യഭിചാരം. അതുകൊണ്ടാണല്ലോ ഖുർആൻ വലാ തഖറബു സിന കൊള്ള നിങ്ങൾ അടുക്കരുത് എന്നാണ് പറഞ്ഞത്. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? വ്യഭിചാരം കൊള്ള അടുക്കരുത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വ്യഭിചാരത്തിലേക്ക് നമ്മെ മാടി വിളിക്കുന്ന പ്രവർത്തനങ്ങൾ പോലും നമ്മിൽ നിന്നുണ്ടാകരുത്. അന്യപെണ്ണിലേക്ക് നോക്കുക എന്നത് വ്യഭിചാരത്തിലേക്ക് മാടി വിളിക്കുന്ന കാര്യമാണ്. അന്യപെണ്ണിനെ തൊടുക എന്നത് വ്യഭിചാരത്തിലേക്ക് മാടി വിളിക്കുന്ന കാര്യമാണ്. അന്യപെണ്ണിന്റെ ശബ്ദം കേട്ട് ആസ്വദിക്കുക എന്നത് വ്യഭിചാരത്തിലേക്ക് മനുഷ്യനെ മാടി വിളിക്കുന്ന സംഗതിയാണ്. അതുകൊണ്ടാണല്ലോ ഹബീബ് നബി തങ്ങൾ അൽ ഐനാനി സിനാഹു മൻ നദറു, കണ്ണിന്റെ വ്യഭിചാരമാണ് നോട്ടം. അതേ അല്ലുദ്നാനി സിനാഹു മൻ ഇസ്തിമാഉ, അതുപോലെ അന്യപെണ്ണിന്റെ ശബ്ദം കേട്ട് ആസ്വദിക്കുന്നത് കാതിന്റെ വ്യഭിചാരമാണ്. അതേപോലെ കൈകൊണ്ടുള്ള സ്പർശനം വ്യഭിചാരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വ്യഭിചാരത്തിലേക്ക് മനുഷ്യനെ മാടി വിളിക്കുന്ന സംഗതിയാണത്. അതുകൊണ്ട് തന്നെ പറയട്ടെ, അതിനുള്ള വകുപ്പുകൾ തന്നെ ഉണ്ടാക്കിക്കൂടാ. ഞാൻ വേദനയോടെ പറയുകയാണ്, പല സ്ഥലങ്ങളിലും ഇറങ്ങി നടക്കുന്ന സ്ത്രീകൾ പലപ്പോഴും മാറുമറക്കുന്നില്ല, കഴുത്ത് മറക്കുന്നില്ല, കൈത്തണ്ട മറക്കുന്നില്ല, ശരീരത്തിലെ മുടി മറക്കുന്നില്ല. മുടി മറച്ചവരാണെങ്കിൽ പോലും പകുതിയാണ് മറക്കുന്നത്, പകുതി മുൻഭാഗം തുറന്നിട്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ കുണ്ടൂർ ഉസ്താദിനെ സ്നേഹിക്കുന്നവരാണോ? ഔലിയാക്കളെ പ്രിയം വെക്കുന്നവരാണോ? അതേ ഇരിക്കട്ടെ, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം വരികയാണല്ലോ. സന്തോഷത്തോടെ അത് സ്വീകരിച്ച് ആഘോഷിക്കാൻ റബ്ബ് നമുക്ക് അവസരം നൽകുമാറാകട്ടെ. ആ ഹബീബ് നബി തങ്ങളെ സ്നേഹിക്കുന്നവരാണോ? എങ്കിൽ ഇതൊന്നും അല്ലാഹുവിന്റെ റസൂല് പൊരുത്തപ്പെടുന്നതല്ല. നിങ്ങളെ ശരീരം മറക്കാതെ, മാറ് മറക്കാതെ, കൈത്തണ്ട പുറത്താക്കിയുള്ള ജീവിതമുണ്ടല്ലോ, തലയിലെ മുടി പുറത്താക്കിയുള്ള ജീവിതമുണ്ടല്ലോ, ശരീരത്തിന്റെ പുഷ്ടിയെടുത്ത് കാണിക്കുന്ന വസ്ത്രം ധരിച്ച് അന്യപുരുഷന്മാരെ മുന്നിലേക്ക് യാതൊരു മടിയുമില്ലാതെ ഇറങ്ങി കല്യാണ വീടുകളിലോ അല്ലെങ്കിൽ കല്യാണം നടക്കുന്ന കൺവെൻഷൻ സെന്ററുകളിലോ അന്യപുരുഷന്മാരുമായി തൊട്ടുരുമ്മി നടക്കുന്ന എല്ലാ ഫോട്ടോവിനും പോസ്റ്റ് ചെയ്യുന്ന ഏർപ്പാടുണ്ടല്ലോ. അതേപോലെ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിന്റെ പ്രചരണത്തിലോ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അതിന്റെ ആഹ്ലാദത്തിലോ അന്യപുരുഷന്മാരോടുകൂടി റോട്ടിലിറങ്ങി തുള്ളിച്ചാടുന്ന ചില മുസ്ലിം സ്ത്രീകളുണ്ടല്ലോ. ഓർക്കണേ, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മിപ്പിച്ചത് നിങ്ങൾ അത്തരം പ്രവൃത്തി ചെയ്യുന്നവർക്ക് നരകമുണ്ടെന്നാണ്.